കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥിയെന്ന സൂചന. എം ലിജു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചേക്കും. വിജയസാധ്യത പരിഗണിച്ചാണ് തീരുമാനം. മുതിർന്ന നേതാക്കളും പട്ടികയിലുണ്ടെന്നാണ് നിലവിലെ സൂചന. ഇതുവരെ ഒറ്റപ്പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ MLA കെ ബാബു പിന്മാറിയ സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥി വരുന്നത്. ബാബുവിന്റെ പിന്മാറ്റം തൃപ്പൂണിത്തുറയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിന് ഉണ്ട്. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എം ലിജുവിൻ്റെ പേര് പല ഘട്ടങ്ങളിലായി പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ ഏതാണ്ട് ആ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്ന തലത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹർഷൻ, ഗുഡ് മോർണിംഗ്. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിൻ്റെ പിന്മാറ്റം, അതായത് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന കെ ബാബു പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് തൃപ്പൂണിത്തുറയിൽ പുതിയൊരാളെ കണ്ടെത്താൻ നേതൃത്വം നിർബന്ധിതമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറയിൽ ആര് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഏറെക്കുറെയുള്ള ഉത്തരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എം ലിജു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം കെ ബാബു പിന്മാറിയാൽ ശക്തനായൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരുപക്ഷെ മണ്ഡലം കൈവിട്ടു പോയേക്കും എന്നൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഈഴവ വോട്ടുകൾ കൂടുതലായി ഉള്ളൊരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും ലിജുവിനെ രംഗത്ത് കൊണ്ടുവരുമ്പോൾ ആ വോട്ടുകൾ നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എം ലിജു എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം നിലവിൽ എത്തിയിട്ടുള്ളത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കൂടാതെ ബാബുവും ലിജുവിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും എന്ന തരത്തിലാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എം ലിജുവിന്റെ പേരിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തൃപ്പൂണിത്തുറയിൽ എതിർ സ്ഥാനാർത്ഥിയായി ആര് വരും എന്നുള്ളത് കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണന്റെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതിലൊരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ ശക്തരായൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം അടുത്ത തവണ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ളൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അത് വിട്ടുകളയാൻ കോൺഗ്രസ് ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. അതുകൊണ്ട് ഏറ്റവും ജനകീയനായ അല്ലെങ്കിൽ ആളുകൾക്ക് അറിയുന്ന ഒരാളെ കൊണ്ട് നിർത്തിക്കൊണ്ട് തന്നെ കെ ബാബുവിൻ്റെ പിന്മാറ്റം അത് ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം ലിജു എന്ന പേരിലേക്ക് നിലവിൽ നേതൃത്വം ഏറെക്കുറെ എത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും മറ്റ് ചില നേതാക്കളുടെ പേര് കൂടി ഉയർന്ന് കേൾക്കുന്നുണ്ട്. ആ പേരുകളിലേക്ക് പക്ഷേ ഒരു കൃത്യമായ ഇന്നയാൾ തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ലിജുവിൻ്റെ പേരിലേക്ക് തന്നെ എത്തും എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. 1991 മുതൽ കെ ബാബു നിരന്തരമായി മത്സരിച്ച് വിജയിച്ചിരുന്നൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതിൽ 2016 കെ ബാബുവിന് അവിടെ അടിതെറ്റുന്നത്. അവിടെ എം സ്വരാജിനോട് പരാജയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വീണ്ടും മത്സരിക്കുകയും അദ്ദേഹം വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്തു. സ്വാഭാവികമായും മിക്കപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നിലവിൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് ആ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ കോൺഗ്രസ് പോകുന്നത്. ഏതായാലും എം ലിജു തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ CPM-ലേക്ക് വരികയാണെങ്കിൽ CPM-ൽ അവിടെ വൈപ്പിൻ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണന്റെ പേര് പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള അനിൽകുമാർ മത്സരിക്കണമെന്നൊരു ആവശ്യം കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ആ പ്രാദേശിക നേതൃത്വം ആ രീതിയിൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും മത്സരം തൃപ്പൂണിത്തുറയിൽ കടുക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. കാരണം BJP-ക്കും അവിടെ വലിയ രീതിയിലുള്ള വോട്ട് ശതമാനമുണ്ട്. അതുകൊണ്ട് ശക്തമായ മണ്ഡലം എന്ന് തന്നെ നമുക്ക് തൃപ്പൂണിത്തുറയെ പറയേണ്ടി വരും. തൃപ്പൂണിത്തുറ BJP-യുടെ ഒരു A-ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ടൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ത്രികോണ മത്സരത്തിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്നു തന്നെയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ കൃത്യമായൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ശക്തനായൊരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരുപക്ഷെ സീറ്റ് കൈവിട്ടു പോകാനുള്ള സാധ്യത കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എം ലിജുവിലൂടെ കടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുൾ റഹീമാണ് ചേർന്നത് വിവരങ്ങളുമായി. എം ലിജുവിന്റെ പേര് ആലപ്പുഴ ജില്ല വിട്ടിപ്പോൾ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത. ഒരുപക്ഷെ ആദ്യ പേരുകാരനായി എം ലിജു തന്നെ തൃപ്പൂണിത്തുറയിൽ എത്തിയേക്കും എന്നുള്ള വാർത്തയാണ് അബ്ദുൾ റഹീം നൽകുന്നത്.